ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല? ഉണ്ട്. ഉണ്ട്. അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തെ മുഴുവനും, സ്വന്തം ജീവിതത്തെ മുഴുവനും ഒരു അത്ഭുതമാക്കി മാറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ജീവിതത്തെ മുഴുവനും ഒരു അത്ഭുതമാക്കിയ ഒരു വലിയൊരു വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈ കട്ട് ചെയ്യുന്നു, രണ്ട് കാലുകളും കട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കിപ്പോൾ നല്ല രണ്ട് സുന്ദരമായ രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്. ഈ രണ്ട് കൈയും രണ്ട് കാലും നിങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ജനിച്ചു വീണത് രണ്ട് കൈകളുമില്ലാതെ രണ്ട് കാലുകളുമില്ലാതെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. 1982 ഡിസംബർ 4 ഓസ്ട്രിയയിലെ മെൽബണിൽ ജനിച്ച ഒരു കുഞ്ഞു പയ്യൻ. അവൻ ജനിച്ചു വീണത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് കരങ്ങളുമില്ല, രണ്ട് കാലുകളുമില്ലാതെയാണ്. അവൻ്റെ മാതാപിതാക്കൾ ഇവനെ കണ്ടപ്പോൾ അവർ വളരെയധികം സ്തംഭിച്ചു പോയി. കാരണം ഈ ഒരു കുഞ്ഞിനെ എങ്ങനെ സ്വീകരിക്കും? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം നമുക്കറിയാം ഇന്ന് എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ആ ഉദരത്തിൽ വെച്ച് തന്നെ കൊച്ചിനെ നശിപ്പിച്ച് കളയാം. ഈ കുഞ്ഞ് അത്ഭുതകരമായിട്ട് ഈ ഭൂമിയിൽ പിറന്നു വീണു. മാതാപിതാക്കൾക്ക് ആദ്യമേ ഇത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അവരതിനെ സ്വീകരിച്ചു, ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ആ കുഞ്ഞ് വളർന്നു. അവൻ വളർന്ന് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിലൊന്നും ഇവനെ എടുക്കത്തില്ലായിരുന്നു. കാരണം ഒരു അത്ഭുത ജീവി അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഇവർ കൂട്ടുകാരൊക്കെ ഇതിനെ കാണുന്നത്. കാരണം അവരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നടക്കാൻ കാലുകളില്ല, കൈകളില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക എന്താ ആ ഒരു അവസ്ഥയെന്ന്. അപ്പോൾ ഇദ്ദേഹം സ്കൂളിൽ ചേർക്കാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. നോർമൽ സ്കൂളിൽ കുട്ടിയെ ചേർക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ വളരെയധികം പരിശ്രമിച്ച് കുട്ടിയെ സ്കൂളിൽ ചേർത്തു. അവനോട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ കൂട്ടുകാരിൽ നിന്നൊക്കെ ഒത്തിരി പരിഹാസങ്ങളും അവഗണനകളും ഒക്കെ ഏറ്റുവാങ്ങി ആ കുഞ്ഞ് വളരുകയാണ്. ഒത്തിരി ഉള്ളുകൊണ്ട് ഒത്തിരി വേദനിച്ച് നൊന്ത് ഒറ്റപ്പെടലിൻ്റെ വേദനയൊക്കെ ഉൾക്കൊണ്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. പക്ഷേ അവനത് ആ സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വലിയ പാടായിരുന്നു. അങ്ങനെ വളർന്നു വന്നു. പക്ഷേ 10ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? അവന് മരിക്കണം, ജീവിതം വേണ്ട, ഈ ഒരു ജീവിതം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തി. സൂയിസൈഡൊക്കെ ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഊർജം പകരാൻ, നീ ജീവിക്കണം, നിന്നെക്കൊണ്ട് ഈ ഭൂമുഖത്തിന്, ഈ ലോകത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദൈവം ആളുകളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, ദൈവമേ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കാലും കൈയും മുളച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ ഇന്നും പ്രതീക്ഷയോടെ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പം കൈയും കാലും ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ ആ ഒരു പ്രാർത്ഥന അവനെ കൈയും കാലും വളരുന്ന ഒരു അത്ഭുതത്തിലേക്കല്ല, അവൻ്റെ ജീവിതത്തെ മുഴുവനും ഞാൻ പറഞ്ഞതുപോലെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നതിലേക്കാണ് വളർത്തിയത്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി സ്കൂളിൽ ഒറ്റപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നോൺ ടീച്ചിങ് ആയിട്ടുള്ള ഒരു അനധ്യാപികയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ഇവനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി ഉണ്ട്, ദൈവം നിനക്ക് ഒത്തിരി നന്മ തന്നിട്ടുണ്ട്, നീ അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക, ലോകത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് അവനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ആ ഒരു ഉന്മേഷത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കിട്ടിയപ്പോൾ അവന് വലിയൊരു ശക്തിയായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ, സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാനായിട്ട് പരിശീലിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം ചെയ്തു തുടങ്ങിയത്? നീന്താൻ പഠിച്ചു. നീന്തൽ അറിയാമോ നിങ്ങൾക്ക്? നീന്താൻ അറിയാം അല്ലേ? നമുക്ക് നീന്താൻ എളുപ്പമാണ്. അതേസമയം കൈയും കാലും ഇല്ലാത്തൊരു കുട്ടി എങ്ങനെ നീന്തൽ പരിശീലിക്കും? ഗോൾഫ് പഠിച്ചു, എഴുതാൻ പഠിച്ചു. എങ്ങനെ സാധാരണ ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യാനായിട്ട് തീവ്രമായിട്ടുള്ളൊരു പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, തീവ്ര പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം അത് നേടിയെടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസിയാണ് അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരിശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജീവിതത്തോട് തന്നെ വലിയൊരു സന്തോഷമായി. ജീവിതത്തെ അദ്ദേഹം ഇഷ്ടപ്പെടാൻ തുടങ്ങി, ജീവിതം നഷ്ടപ്പെടുത്തേണ്ട. അങ്ങനെ 17ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അനേക കാര്യങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമായി. ഇദ്ദേഹം തൻ്റെ പ്രതിസന്ധികളെയും ജീവിതത്തിലെ ദുഃഖങ്ങളെയും ഒക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് കേൾക്കാനും പഠിക്കാനും അത് തങ്ങളുടെ ജീവിതത്തിലേക്കും കൂടി അത് ചേർത്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വന്നു.
അങ്ങനെ ഇദ്ദേഹം ഈ 2 കൈയും കാലുമില്ലാത്ത വ്യക്തി 78 രാജ്യങ്ങൾ സന്ദർശിച്ച് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി അനേകർക്ക് പ്രചോദനമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ 3000-ലധികം വേദികൾ ഇദ്ദേഹം പങ്കിട്ടു. അതോടൊപ്പം ഒട്ടേറെ ബുക്കുകൾ കൈയില്ലാത്ത ഇദ്ദേഹം ഒരുപാട് ബുക്കുകൾ എഴുതി മറ്റുള്ളവർക്ക് പ്രചോദനമായി. അതിൽ തന്നെ ലൈഫ് വിതൗട്ട് ലിംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് ബെസ്റ്റ് സെല്ലർ, ഇൻ്റർനാഷണലി ബെസ്റ്റ് സെല്ലറായിട്ട് മാറി, കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒത്തിരി പേരെ പ്രചോദിപ്പിച്ച ഒരു ഗ്രന്ഥമായിട്ട് മാറുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വിവാഹം എന്ന് പറയുന്നൊരു സ്വപ്നം അത് നടക്കുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതം കണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു പവർ കണ്ട്, മോട്ടിവേഷൻ കണ്ട് ആകൃഷ്ടയായ കാനെ മിയഹാര എന്ന് പറയുന്ന പെൺകുട്ടി ഇദ്ദേഹത്തെ തൻ്റെ ജീവിതത്തിലേക്ക് പങ്കാളിയായിട്ട് ചേർത്ത് വയ്ക്കുകയും അവർ 4 കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അനേക കാര്യങ്ങൾക്ക് പ്രചോദനമേകിക്കൊണ്ട് ഇന്നും ഇദ്ദേഹം യാത്ര ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ആരാണ് ഞാനിപ്പോൾ പറഞ്ഞ വ്യക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ ഇങ്ങനെ ഒരാളെക്കുറിച്ച്? ഞാനിപ്പോൾ പറഞ്ഞത് നിക് വുജിസിക് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. നിക് വുജിസിക് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ മറികടന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഏതാനും ചില പാഠങ്ങൾ നിങ്ങളോട് പറയണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യമേ ഉണ്ടാവണം. അതിനെ അതിജീവിക്കാനുള്ള കഴിവും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ രൂപപ്പെടുത്തണം. നിങ്ങൾ കുട്ടികളാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലൂടെ വളരെ സ്മൂത്തായിട്ട്, വളരെ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ കെയർ ചെയ്യാനുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവർ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ഉല്ലസിച്ചങ്ങ് പോകാം. പക്ഷെ എപ്പോഴും ജീവിതം ഇങ്ങനെയൊരു രസകരമായൊരു രീതിയിലായിരിക്കത്തില്ല പോവുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തളർന്നു പോകുന്ന, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇവിടെ എല്ലാം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തേക്കാം, സ്വിച്ച് ഓഫ് ചെയ്തേക്കാം എന്നുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെയും നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ജീവിതം, നിക്കിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിതം അത്ര എളുപ്പമായിരുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പം ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണമെന്നാണ് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കതിനെ അതിജീവിക്കാനുള്ള കഴിവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഏറെ പ്രയത്നത്തിലൂടെയാണ്, വളരെ പെട്ടെന്നൊന്നുമല്ല, ഏറെ നാൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച് തൻ്റെ മനസ്സിനെ ഒരുക്കി. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്, യുവർ ഡിസിഷൻ വിൽ മേക്ക് ദ ചേഞ്ച്. നമ്മുടെ തീരുമാനങ്ങളാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. നമ്മൾ തീരുമാനിച്ചു എനിക്കിതിനെ അതിജീവിച്ചേ പറ്റൂ, എനിക്കൊരു സാഹചര്യത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാനുള്ളൊരു എനർജി കിട്ടണം. നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ നല്ല ചിന്തകളാണ്. മനസ്സിലായി? നമ്മൾ തിങ്ക് റൈറ്റ്, നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക, നേർ വഴിയെ ചിന്തിക്കുക, അപ്പോൾ അവിടെ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു എബിലിറ്റി, നമ്മുടെ എബിലിറ്റിയെ, നമ്മുടെ കഴിവിനെ നമ്മൾ പരിമിതമാക്കരുത്. ഒരു സാഹചര്യത്തിൽ നമുക്ക്, ഇപ്പം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരീക്ഷയിൽ ഒരു പരാജയം ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കാത്ത പോലെ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വേർപാടോ മാതാപിതാക്കളുടെ വേർപാടോ, അപ്പം നമുക്കൊരു വലിയൊരു പ്രതിസന്ധിയാണ്, ഒരു പ്രോബ്ലമാണ്, അല്ലേ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ഇവിടെ നമ്മൾക്ക് സാധാരണ കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്ന എന്താണ്? ചെറിയൊരു പരാജയം വന്നാൽ മുൻ കാലഘട്ടത്തിലേക്കാളും ഒക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ വരുന്നൊരു പ്രത്യേകത എന്താണ്? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ഓക്കെ, എല്ലാം തകർന്നു, എല്ലാം മൊത്തം തകർന്ന ഒരു ആകെ സങ്കടമായി. പിന്നെ ഒരു ചില കുട്ടികൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആകെ ഡിപ്രഷനിലാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ, ഞങ്ങൾ ഡിപ്രഷനിലാണ് എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മൂഡിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഉള്ളിൽ സ്വതസിദ്ധമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു കഴിവിനെ, ആ ഒരു പവർ, എനർജി നമ്മൾ എടുത്തുപയോഗിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ വളരെയധികം പോസിറ്റീവായിട്ട് നമുക്കതിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും, നമുക്കതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളൊരു കാര്യം, നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ശരിയാണ്, ഇന്നെല്ലാം ചെയ്യണം, ഇന്നുകൊണ്ട് എല്ലാം റെഡിയാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഹാബിറ്റ്, ഒരു ശീലം നമ്മൾ ഉണ്ടാവണമെങ്കിൽ അത് ദീർഘനാളത്തെ പരിശീലനം ഉണ്ടാകണം.
അതിനാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ 7 ദിവസത്തെ പരിശീലനം. അത് എപ്പോഴാണ് ആളുകളെല്ലാം ഗീവപ്പ് ആകുന്നത്, എല്ലാം വിട്ടുകൊടുക്കുന്നത്? ഒരു ദിവസം നിങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈം ടേബിളൊക്കെ എഴുതി റെഡിയാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യ ദിവസമൊക്കെ ഇരിക്കും, പിന്നെ 2ാമത്തെ ദിവസം മുതൽ നമ്മൾ സാധാരണ നമ്മൾ പോകുന്ന പോലെ പോകും. അങ്ങനെയല്ല വേണ്ടത്. 7 ദിവസം നമ്മൾ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് അതിൽ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു പരിശീലനം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ തീവ്രമായിട്ടുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് നമ്മൾക്കറിയാം, നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട് അല്ലേ, നമ്മളൊരു സുരക്ഷിതമായൊരു ചട്ടക്കൂടുണ്ട്. ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചൂട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത വന്നാലും നമ്മൾ ആകെ എല്ലാം സ്കാറ്റഡ് ആവും, എല്ലാം നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അതിന് ഇവിടെ എയ്ഡൻ ഗാർഡ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് തീരത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അത്രയും ദൂരം കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പുതിയൊരു കര കണ്ടെത്തുകയുള്ളൂ എന്നുള്ളത്. അപ്പം മനസ്സിലായി, നമുക്കെപ്പോഴും തീരത്ത് തന്നെ നിൽക്കാനാണ് താല്പര്യം. തീരം കണ്ടുകൊണ്ട് ആഴത്തിലേക്ക് പോകാൻ എപ്പോഴും മടിയാണ് അല്ലെങ്കിൽ ഭയമാണ്. അതിനെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഉയർന്ന നിലകളിലേക്ക്, ഉയർന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ആ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക്, ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിത്വ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ പരിശ്രമം ഉണ്ടാവണം, സ്ഥിരമായ പരിശ്രമം ഉണ്ടാവണം. നമ്മുടെ സ്വയം ഇപ്പം നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഇഷ്ടമില്ല, വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങണം, TV കാണണം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എൻജോയ് ചെയ്ത് നടക്കണം, പക്ഷേ പഠിക്കാൻ നമുക്ക് മടിയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫ് നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഹോപ്പ്ലെസ് ആകുന്ന, വളരെ പ്രതീക്ഷയില്ലാതെ എല്ലാം തകർന്നു, എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ ഈ നിക്കിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ലൈഫ് വിതൗട്ട് ലിംബ് എന്ന് പറഞ്ഞാൽ ലൈഫ് വിതൗട്ട് ലിമിറ്റ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കൈയും കാലും ഇല്ലാത്ത അവസ്ഥയെ ഒരിക്കലും അദ്ദേഹം ഒരു കുറവായിട്ടല്ല കണ്ടത്, പരിധികളില്ലാത്ത സാധ്യതകൾ ഉൾക്കൊള്ളുന്നൊരു ജീവിതമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ എന്ന് പറയുന്നത് തടസ്സങ്ങളല്ല, അത് ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മുടെ ജീവിതത്തിലെ ഓപ്പർച്യൂണിറ്റീസാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കൈയും കാലും ഇല്ലാതെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവം ക്രൂരനാണോ? ഓക്കെ, ഇത് നമുക്ക് നിക്കിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് അതിന് മറുപടി നമുക്ക് കിട്ടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമുക്കും അദ്ദേഹത്തിനും ഒക്കെ ലൈഫിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ലൈഫിന് ചോയ്സ് എന്ന് പറഞ്ഞാൽ നല്ലത് എടുക്കാം, വേണമെങ്കിൽ മോശമായിട്ടെടുക്കാം. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെ നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ദൈവത്തെ പഴിച്ച്, ദൈവം ഇത്ര ക്രൂരനാണല്ലോ, എന്നോടിങ്ങനെ ചെയ്തല്ലോ, മറ്റുള്ളവർക്കെല്ലാം നന്മ കൊടുത്തല്ലോ, കൈയും കാലും കൊടുത്തല്ലോ, എന്നിട്ട് എന്ത് എനിക്ക് കൈയും കാലും ഇല്ലാതെ എന്നെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ച് ദൈവത്തെ പഴിച്ച് കുറ്റം പറഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റുന്നില്ല, ദൈവത്തിന് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റുകയില്ല. അവിടെ ദൈവം എന്ത് പ്രവർത്തിക്കും? മിറക്കിൾസ് പ്രവർത്തിക്കും. മിസ്റ്റേക്ക് അല്ല, മിറക്കിൾസ് ആണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയെ എങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ ആ വ്യക്തിയെ ഒരു അത്ഭുതമാക്കി മാറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതാണ്. ആ ഒരു പ്ലാനാണ് ഇവിടെ വ്യക്തമായി വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വഴികൾ ഒരുപക്ഷെ നമുക്ക് അവ്യക്തമായി തോന്നിയാലും അതൊരിക്കലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റോ ക്രൂരതയോ അല്ല. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കൃപയും നന്മയുമാണ് എടുത്തുയർത്തുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യമാകാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിക്കിൻ്റെ ജീവിതം അനേകായിരങ്ങൾക്ക് കൈയും കാലുമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും പ്രത്യാശയില്ലാതെ, പ്രതീക്ഷയില്ലാതെ ജീവിതം നശിച്ചു, തകർന്നു എന്ന് കഴിഞ്ഞ് അന്ധതയിലാണ്ടുപോയ അനേകായിരങ്ങൾക്ക് വലിയ പ്രകാശമായി മാറുവാൻ ആ ഒരു കൊച്ചു ജീവന്, ഒരു ചെറിയ ജീവിതത്തിന് സാധിക്കുന്നുണ്ട്. അപ്പം അത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് അല്ലേ. അപ്പം അതാണ് ഇതിനുള്ള ഉത്തരവെന്ന് പറയുന്നത്. അപ്പം ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുന്നില്ല. ദൈവം ആ ജീവിതങ്ങളെ മിറക്കിൾസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിക്കിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഏറ്റവും സംക്ഷിപ്തമായിട്ട് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്കുണ്ടാവേണ്ടത്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ ഈ നിക്കിനെ പോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തെ വലിയൊരു അത്ഭുതമാക്കി ലോകത്തിന് മുമ്പിൽ പ്രകാശനം ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.